Hi, welcome to ASLP Mommy. This is Fatima Sunaina. I'm an audiologist and speech therapist. പേരൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ, അതായത് സ്പീച്ച് തെറപ്പി സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്, നേരിട്ട് അങ്ങ് തുടങ്ങിയാൽ പോരെ എന്നാണ് മിക്ക പേരൻസിൻ്റെയും ഡൗട്ട്. അപ്പോൾ എന്താണ് ഈ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ, എന്തിനാണ് ഫസ്റ്റ് ഒരു അസസ്മെൻറ്റ് സെഷൻ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ ഇമ്പോർട്ടൻസും എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ അറിയാൻ വേണ്ടി മുഴുവനായിട്ടും കാണാം. യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്പീച്ച് തെറപ്പി, ഒക്കുപേഷണൽ തെറപ്പി, സൈക്കോളജി റിലേറ്റഡ് സർവീസസ്, അതേപോലെ ഹോം ട്രെയിനിങ് പ്രോഗ്രാംസ്, അങ്ങനത്തെ എല്ലാ സർവീസസും അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ എന്തിനാണ് സ്പീച്ച് തെറപ്പി സെഷൻസിന് മുന്നേ ഒരു അസസ്മെൻറ്റ് സെഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്? അതിപ്പം അഡൾട്ട് ആണെങ്കിലും കുട്ടിയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത്, അഡൾട്ട് ആണെങ്കിൽ അവരെ കംപ്ലയിൻറ്റ്സ് എന്താണെന്നുള്ള രീതിയിൽ പറയും. അതേപോലെ കുട്ടിയാണെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ കെയർ ഗിവർ ആയിരിക്കും ആ ഒരു കംപ്ലയിൻറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക. അത് തൊട്ട് തുടങ്ങിയിട്ട് പിന്നെ കുട്ടിയാണെങ്കിൽ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ്, അതായത് മോട്ടോർ മൈൽ സ്റ്റോൺസ്, സ്പീച്ച് മൈൽ സ്റ്റോൺസ് എല്ലാം തന്നെ നമ്മൾ അന്വേഷിക്കും. അതേപോലെ അഡൾട്ട് ആണെങ്കിലും കുട്ടിയാണെങ്കിലും എല്ലാം തന്നെ ഫാമിലി ഹിസ്റ്ററി, ജനറ്റിക് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, അതേപോലെ പ്രസവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, ഗർഭിണിയായിരുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, പ്രസവിച്ചതിന് ശേഷം എന്തെങ്കിലും നമുക്ക് നോട്ട് ചെയ്യത്തക്ക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഹിസ്റ്ററിയും ഇൻക്ലൂഡിങ് ജനറ്റിക് ഹിസ്റ്ററി എല്ലാം തന്നെ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷനിൽ. ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് കുട്ടിക്കാണെങ്കിലും അഡൽട്ടിലാണെങ്കിലും ജനറലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് കുട്ടികളുടെ പ്രശ്നത്തിനനുസരിച്ചും മുതിർന്നവരുടെ പ്രശ്നത്തിനനുസരിച്ചിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടും നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ പ്രോബ്ലത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് ഈ പ്രശ്നത്തിൻ്റെ സിവിയറിറ്റിയും എത്രത്തോളം ഉണ്ടെന്നും അല്ലെങ്കിൽ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ ഓഡിറ്ററി, അതായത് കേൾവി, വിഷൻ, അതേപോലെ കോഗ്നിറ്റീവ്, അതായത് ബുദ്ധിപരമായ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിൽ നമ്മൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷനിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്ന കാര്യമാണ് പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസ്. അതായത് കുട്ടി മുഖത്തേക്ക് നോക്കുന്നുണ്ടോ, അറ്റൻഷൻ ഉണ്ടോ, ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടോ, അതേപോലെ തന്നെ കുട്ടി ഇരിക്കുന്നുണ്ടോ, ഇമിറ്റേഷൻ സ്കിൽസ് ഒക്കെ എങ്ങനെയുണ്ട്, അതൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നീട് നമ്മൾ ലിംഗ്വിസ്റ്റിക് സ്കിൽസിലേക്ക് കടക്കുന്ന സമയത്ത് അതിൽ റിസപ്റ്റീവ് ലാംഗ്വേജും എക്സ്പ്രസീവ് ലാംഗ്വേജും ഉണ്ട്. റിസപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് എത്രത്തോളം നമ്മളെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് കുഞ്ഞ് വേർഡ്സ് മാത്രമാണോ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സെൻറ്റൻസ് മനസ്സിലാക്കുന്നുണ്ടോ, എത്രത്തോളം ഗ്രാവിറ്റി കുട്ടിക്ക്, എത്രത്തോളം നമ്മളെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കമാൻഡ്സ് ഒക്കെ എത്രത്തോളം നന്നായി കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് റിസപ്റ്റീവ് ലാംഗ്വേജിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇനി എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണെങ്കിൽ കുഞ്ഞ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതായത് കുഞ്ഞിൻ്റെ നീഡ്സ്, കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുഞ്ഞ് എങ്ങനെയാണ് പറയുന്നത്. ചില കുട്ടികൾ ആംഗ്യഭാഷയായിരിക്കാം, ചില കുട്ടികൾ ആംഗ്യത്തിൻ്റെ കൂടെ എന്തെങ്കിലും സൗണ്ട്സും കൂടി ഉണ്ടാവാം, ചില കുട്ടികൾ 1-2 വാക്കുകൾ മാത്രമായിരിക്കാം, ചില കുട്ടികൾ കുറച്ച് വേർഡ്സ് ആയിരിക്കാം, ചില കുട്ടികൾ 2 വേർഡ്സ് മാത്രമേ കൂട്ടി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ഏത് ലെവലിലാണ് കുട്ടി എക്സ്പ്രസ് ചെയ്യുന്നത്, എങ്ങനെയാണ് കുട്ടി നമ്മളെടുത്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നതാണ് നമ്മൾ എക്സ്പ്രസീവ് ലാംഗ്വേജിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അസസ്മെൻറ്റിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് നമ്മുടെ വായിലെ സ്ട്രക്ചേഴ്സ്, അതായത് ടങ്ക്, പാലറ്റ്, പല്ല്, അതേപോലെ തന്നെ ടങ്കിൻ്റെ മൂവ്മെൻറ്റ്, ഇതിനൊക്കെ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡീവിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷണൽ പ്രോബ്ലംസോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പീച്ചിൻ്റെ ആസ്പെക്റ്റിൽ. സോ നെക്സ്റ്റ് വരുന്ന 2-3 കാര്യങ്ങളാണ് വെജിറ്റേറ്റീവ് സ്കിൽസ്, അതേപോലെ തന്നെ പ്രാഗ്മാറ്റിക് സ്കിൽസ് എന്നൊക്കെ പറയും. അതായത് വെജിറ്റേറ്റീവ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ബൈറ്റിങ്, അതേപോലെ തന്നെ ച്യൂയിങ്, സ്വാലോയിങ്, അതായത് ഭക്ഷണം കടിക്കുന്നത്, ചവക്കുന്നത്, ഇറക്കുന്നത്, അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് ഡ്രൂളിംഗ് ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് അതിൽ എക്സാമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പ്രാഗ്മാറ്റിക് സ്കിൽസ്. പ്രാഗ്മാറ്റിക് സ്കിൽസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കുഞ്ഞിൻ്റെ സോഷ്യൽ സ്മൈൽ തൊട്ടിട്ട്, അതായത് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ കുഞ്ഞ് ഒരാളെ കണ്ടു കഴിഞ്ഞ് ചിരിക്കുന്നുണ്ടോ, ഒരാളടുത്ത് പോയിട്ട് ഒരു കോൺവെർസേഷൻ ബിഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ അതിൽ ഇൻക്ലൂഡ് ആക്കാവുന്നതാണ് പ്ലേ ബിഹേവിയേഴ്സ്, അതായത് പ്ലേ സ്കിൽസ് എന്നൊക്കെ പറയും. അതായത് കുഞ്ഞ് എങ്ങനെയാണ് കളിക്കുന്നത്, കുഞ്ഞിൻ്റെ കളിയുടെ രീതി എങ്ങനെയാണ്, ഒറ്റയ്ക്ക് കളിക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ കൂട്ടത്തിൽ കൂടി
കളിക്കുന്നുണ്ടോ, വേറെ എന്തെല്ലാം തരത്തിലുള്ള കളികളിലേക്ക് ഇൻവോൾവ് ആകുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും വീണ്ടും ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതേപോലെ പിന്നെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹിസ്റ്ററി എടുത്താൽ പോലും വീണ്ടും നമ്മൾക്ക് അത്രയും ഡീപ്പായിട്ടും കുട്ടീനെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വീണ്ടും സാമ്പിൾ റെക്കോർഡിങ്സ്, വീഡിയോസ് ഒക്കെ നമ്മൾ പേരൻസിൻ്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെടും. അല്ലെങ്കിൽ അഡൾട്ട്സ് ആണെങ്കിലും ചില സമയത്ത് നമ്മൾ അസസ്മെൻറ്റിൽ സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ പറ്റാത്ത പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വരുന്ന സമയത്ത് അവരുടെ അടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് അയക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ നമ്മൾ സെഷൻസ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇവാലുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് ഇമോഷണൽ സ്റ്റേറ്റസ് മനസ്സിലാക്കുക എന്നുള്ളത്. അഡൾട്ട്സ് ആണെങ്കിൽ പ്രത്യേകിച്ചിട്ടും ഇമോഷണലി എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ നോക്കിക്കാണുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യമാണ് ബിഹേവിയറൽ ഇഷ്യൂസ്. അതായത് കുഞ്ഞുങ്ങളിലാണ് പൊതുവെ ബിഹേവിയറൽ ഇഷ്യൂസ് വല്ലതും ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അതേപോലെ സെൻസറി പ്രോബ്ലംസ് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ ചില കുട്ടികൾക്ക് എന്ത് കിട്ടിയാലും വായിലിടുന്ന ഒരു സ്വഭാവം ഉണ്ടാകും, അങ്ങനത്തെ പ്രശ്നമുണ്ടോ. അതേപോലെ തന്നെ ചില ശബ്ദങ്ങളോട് വല്ലാത്തൊരു പേടി ഉണ്ടാകും, ചില സാധനങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാകും, ചില മെറ്റീരിയൽസ്, ചില സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ചില ഫുഡൊന്നും ഇഷ്ടം ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള സെൻസറി അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതും ഈ ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പിന്നെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നോക്കുന്നതാണ് പേരൻറ്റ് ചൈൽഡ് ഇൻട്രാക്ഷൻ എങ്ങനെയാണ്. അതായത് കുട്ടിയുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരും കുട്ടിയുടെ അടുത്ത് എത്ര നേരം സംസാരിക്കുന്നുണ്ട്, എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്, എത്രത്തോളം ഏത് ഭാഷയിലാണ് അല്ലെങ്കിൽ എത്ര ഭാഷകളിലാണ്, ഏത് തരത്തിലുള്ള ലാംഗ്വേജ്. ചില ആൾക്കാർ വളരെ സിമ്പിളായിട്ട് കുട്ടികളോട് സംസാരിക്കും, ചില ആൾക്കാർ മുതിർന്ന ആൾക്കാരോട് സംസാരിക്കും പോലെ വളരെ കോംപ്ലക്സ് ലാംഗ്വേജ് ഉപയോഗിച്ചും സംസാരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും എത്രത്തോളം സമയം കുട്ടിയുടെ അടുത്ത് ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ആ സ്പെൻഡ് ചെയ്യുന്ന സമയം എങ്ങനത്തെ രീതിയിലുള്ളതാണ്, അതേപോലെ സ്ക്രീൻ ടൈം ഉണ്ടോ, ഇതൊക്കെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ്റെ കാര്യത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടും മുതിർന്നവരും കുട്ടികൾക്കനുസരിച്ചിട്ടും പ്രായത്തിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു ചുരുക്കി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളുടെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കുട്ടിക്ക് സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം, എവിടുന്ന് നമ്മൾ തുടങ്ങണം എന്നൊരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെൻറ്റ് തെറപ്പി സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്തെത്തിക്കണം. അതേപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും. നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ.